പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 17ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും നമുക്ക് വചന സന്ദേശത്തിൽ പ്രവേശിക്കാം. 142-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഏതൊരു വ്യക്തിയുടെയും ഹൃദയ നിലയും ആവശ്യങ്ങളും വേദനകളും ദുഃഖങ്ങളും നല്ലതുപോലെ അറിയുവാൻ കഴിയുന്ന മറ്റൊരു മനുഷ്യനും ലോകത്തില്ല. പലപ്പോഴും ഘട്ടങ്ങളിലും പീഡനങ്ങളിലും നാം ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യാം. നമ്മെ ആശ്വസിപ്പിക്കുവാനും നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുവാനും ആരെങ്കിലും നമ്മോടുകൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നാം ആശിച്ചു പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. അതുപോലെ പ്രശ്ന സങ്കീർണമായ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ഭക്തൻ്റെ ഉറച്ച നിലവിളിയാണ് ഈ സങ്കീർത്തനം. ഇവിടെ നാം വായിക്കുവാൻ ഇടയായ വാക്യവും തൻ്റെ ദയനീയതയും ദാരുണവുമായ ദുഃഖസ്ഥിതിയിൽ തനിക്ക് ആരുമില്ലെന്നും തനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ലെന്നുമുള്ള തൻ്റെ നിസ്സഹായതയും നിരാശയും ഭക്തനെ അസ്വസ്ഥനാക്കുന്നു. ആകയാൽ താൻ ഉറച്ച ശബ്ദത്തോടെ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ട് തനിക്ക് ഉത്തരമരുളുകയും ചെയ്തുവെന്ന് ഭക്തൻ പറയുന്നു. എന്നെ അറിയാൻ ആരുമില്ലെന്നും എനിക്കാരുമില്ലാതെ ദൈവമല്ലാതെ മറ്റാരുമില്ല എന്നുമുള്ള രോധനം താൻ പലരിൽ നിന്നും അവൻ പലപ്പോഴും കേൾക്കാറുണ്ട്. സത്യത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റാരാണ് നമ്മോട് കൂടെ വേണ്ടത്? അഥവാ ദൈവം കൂടെ ഇല്ലാതെ മറ്റാരെല്ലാം കൂടെ ഉണ്ടായിട്ടും നമുക്കെന്ത് പ്രയോജനം? നാം മറ്റുള്ളവർക്ക് വേണ്ടി എത്ര ആത്മാർത്ഥതയോടെ അധ്വാനിച്ചാലും ശുശ്രൂഷിച്ചാലും പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും നമുക്ക് വേണ്ടി ആരും ഒന്നും കരുതി വെക്കണം എന്നില്ല. യാക്കോബ് 20 വർഷം വളരെ ആത്മാർത്ഥതയോടെ ലാബാനെ സേവിച്ചു. എന്നാൽ അവൻ തന്നെ ചതിക്കുക മാത്രമാണ് ചെയ്തത്. തനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ലെന്ന് തിരിച്ചറിഞ്ഞ യാക്കോബ് തകർന്ന ഹൃദയത്തോടെ പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ കാൽ വെച്ച ഇടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതുമെന്ന്. എന്നാൽ നമ്മെ അറിയുകയും എപ്പോഴും നമ്മോടുകൂടെ ഇരിക്കുകയും നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ കരുതലിൻ്റെയും അറിവിൻ്റെയും മാഹാത്മ്യത്തെക്കുറിച്ചും നാം അറിയാതെ പോകരുത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അതിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അറിഞ്ഞു തുടങ്ങുന്നു. തുടർന്ന് അവൻ വളരുന്നതിന് അനുസരിച്ച് താൻ കണ്ടും കേട്ടും വരുന്ന വ്യക്തികളെ പരിചയപ്പെട്ടു തുടങ്ങുന്നു. എല്ലാ അറിവുകൾക്കും ഒരു പരിമിതിയുമുണ്ട്. എന്നാൽ സർവജ്ഞാനിയായ ദൈവം നാം ജനിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് മുതൽ നമ്മെ നന്നായി അറിഞ്ഞിരിക്കുന്നു. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ദൈവം നമ്മെ അറിയുകയും വേർതിരിച്ച് വിളിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് എത്രയോ അത്ഭുതമായ കാര്യമാണ്. ഓരോ മനുഷ്യരും വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. ചിലർ മത്സര സ്വഭാവമുള്ളവരായിരിക്കുമ്പോൾ മറ്റു ചിലർ ഭോഷത്വം പ്രവർത്തിക്കുന്നവരാണ്. വേറെ ചിലർ നഥനേലിനെ പോലെ കപടമില്ലാത്തവരായിരിക്കും. മറ്റു ചിലർക്ക് വേറെ സ്വഭാവങ്ങളും ഒക്കെ ആയിരിക്കാം ഉള്ളത്. എന്തു വന്നാലും എല്ലാ മനുഷ്യരുടെയും സ്വഭാവം ദൈവം അറിയുകയും അവരെ എല്ലാം ദൈവം വഹിക്കുകയും സഹിക്കുകയും ചെയ്യുന്നു. പ്രിയ ദൈവവേദിലേ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യം ഇന്നതെന്ന് ദൈവം അറിയുന്നു.
നമ്മുടെ ആവശ്യങ്ങൾ അറിയുകയും നമ്മെ പോറ്റുകയും ചെയ്യുവാൻ അവിടുന്ന് ശക്തനാണ്. ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ സംഘത്തെ മരുഭൂമിയിൽ 40 വർഷം തുടർച്ചയായി ദൈവം പോറ്റിയെങ്കിൽ, ഏലിയാവിനെ പോറ്റുവാൻ ആമേൻ സ്തോത്രം ഒരു കാക്കയെ കരുതിയെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, നമ്മെ നിശ്ചയമായും അവിടുന്ന് ആമേൻ പോഷിപ്പിക്കും. ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവ മാത്രമല്ല, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ആമേൻ എല്ലാം നടത്തിച്ചു തരുവാൻ അവിടുന്ന് ശക്തനാണ്. ആകയാൽ നാം വിശ്വാസത്തോടെ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ ആമേൻ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നിശ്ചയമായും നമ്മെ കരുതുവാനിടയാകും. വിഷാദിച്ചിരിക്കുന്ന ആമേൻ സ്തോത്രം ദൈവവേദിയിലെ ഇന്ന് പ്രഭാതം നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. കാക്കകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്ത് കള പുരനിറയ്ക്കുന്നില്ല, എങ്കിലും ആമേൻ തൻ്റെ ഉടയവനായ ദൈവം ആമേൻ സ്തോത്രം ഹല്ലേലൂയ കാക്കയെയും പറവകളെയും സൃഷ്ടിച്ച ആമേൻ ദൈവം ആമേൻ അവയെയും പോറ്റുന്നു. നമ്മെയും പോറ്റുവാൻ ശക്തനായ ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാമോ? ആ ദൈവത്തിൽ ആശ്രയിക്കാമോ? ഇന്ന് പ്രഭാതം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വിശുദ്ധിയോടെ, വേർപാടോടെ, ആമേൻ ദൈവഭയത്തോടുകൂടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. അനേകർ ലോകത്തിൽ ആശ്രയിക്കുമ്പോൾ, ലോക ഇൻപങ്ങളിൽ ആശ്രയിക്കുമ്പോൾ, പാപങ്ങളിലും പാപജീവിതങ്ങളിലും ആമേൻ ആശ്രയിച്ച് അനേകർ ആമേൻ കരുതുന്നത് ഇങ്ങനെയാണ്: ഇനിയും ഒരുപാട് വർഷം അവൻ ജീവിക്കാം ഈ ഭൂമിയിൽ, അവൻ ആരോഗ്യത്തോടുകൂടെ ഞാൻ ഇനിയും അവൻ 100 വർഷക്കണക്കിന് ഞാൻ ജീവിക്കുമെന്ന് ആഗ്രഹിക്കുന്നവരും ആമേൻ സ്തോത്രം 30 ആമേൻ വയസ്സ് പോലും ആമേൻ പൂർത്തീകരിക്കാൻ കഴിയാതെ എത്രയോ പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. കഴിഞ്ഞ നാളുകളിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ യുദ്ധങ്ങളിലും പല അനർത്ഥങ്ങളിലും അപകടങ്ങളിലും എത്രയോ ആമേൻ സ്തോത്രം യൗവനക്കാർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി. കർത്താവ് നമ്മെ ആമേൻ കൺമണി പോലെ നമ്മെ പരിപാലിക്കുന്നു. നമ്മെ അവൻ എണ്ണത്തിൽ കുറഞ്ഞു ഇടവരാതെ ഈ 3-ാം മാസത്തിൻ്റെ 17ാമത്തെ പ്രഭാതത്തിലും നമ്മെ കൊണ്ടുവന്ന ആ ദൈവകരങ്ങളിൽ ഒന്ന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ ബലഹീനതകളെ ആമേൻ സ്തോത്രം മായ്ക്കുന്ന ദൈവം, നമ്മുടെ പാപങ്ങളെ മറക്കുന്ന ദൈവം, ആമേൻ സ്തോത്രം ആ ദൈവത്തിൽ നമുക്കിന്ന് പ്രഭാതം ആശ്രയിക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആത്മാവ് വിഷാദിച്ചിരിക്കുമ്പോൾ ആമേൻ ഞങ്ങളുടെ പാതയെ അറിയുന്ന ദൈവം, ഞങ്ങളെ നന്നായി നടത്തുന്ന ദൈവം, ഇന്ന് പ്രഭാതത്തിലും കർത്താവെ വിഷാദിച്ചും വേദനയോടുകൂടെ ഞരങ്ങി കർത്താവെ സാമ്പത്തിക ഞെരുക്കങ്ങളിലും മാനസികമായ നിരാശകളിലും ശാരീരികമായ ക്ഷീണങ്ങളിലും ഏകാന്തതയുടെ അനുഭവങ്ങളിലും വാർദ്ധക്യമായ ബലഹീനതകളിലും അനേക പ്രിയപ്പെട്ടവരായിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചവരുണ്ട്, ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്. കർത്താവേ, എത്രയെത്ര പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിക്കായി കാത്ത് വിഷാദിച്ചിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ നടുവിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 3-ാം മാസം കർത്താവേ തൻ്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതികളെ മാറ്റണമേ, യഹോവയുടെ സന്ദർശനം വെളിപ്പെടണമേ, സ്വർഗം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങൾ ശുശ്രൂഷിച്ച ആമേൻ സ്തോത്രം കർത്താവേ സഭകൾ, ആമേൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, ആമേൻ വ്യക്തികൾ എല്ലാവരും ഞങ്ങൾ ഈ പ്രഭാതം ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഭാരത്തോടുകൂടെ വിഷാദത്തോടുകൂടെ ഇന്ന് പ്രഭാതമായിരിക്കുന്നെങ്കിൽ കുഞ്ഞെ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ആമേൻ. നമുക്ക് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.